നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൻ്റെ ചില ഏടുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നല്ല കാര്യം. ചരിത്രത്തിൻ്റെ പുനർവായനയും നല്ലതാണ്. പക്ഷെ ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം ആര് ചെയ്താലും അത് നല്ലതല്ല. UDF ഇപ്പം നിലമ്പൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഈ വീഡിയോയിൽ ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മലപ്പുറം ജില്ല ആരാണ് ഉണ്ടാക്കിയത്? ചോദ്യം 1. ഇടതുപക്ഷ സർക്കാരാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. അന്ന് മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ കോഴിക്കോട് ജില്ല വിഭജിച്ചു വയനാടിൻ്റെ ഭാഗങ്ങളൊക്കെ ചേർത്ത് മലപ്പുറം ജില്ല രൂപീകരിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ, അന്നത്തെ ഇടതുപക്ഷ സർക്കാർ നടത്തുമ്പോൾ അതിനെതിരെ സമരം ചെയ്ത 2 പ്രധാന പ്രസ്ഥാനങ്ങളുണ്ട്. RSS ജനസംഘം, പിന്നെ കോൺഗ്രസ്. ഇപ്പോൾ എട്ടുകാലി മമ്മൂജിനെ പോലെ മലപ്പുറത്തെ ഇടതുപക്ഷം അവഹേളിച്ചു, പിണറായി വിജയൻ അവഹേളിച്ചു, CPIM അവഹേളിച്ചു എന്ന് വിലപിക്കുന്ന UDF നേതാക്കളും കോൺഗ്രസ്സുകാരും ചരിത്രം പുനർവായിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ഓർക്കുമല്ലോ. മലപ്പുറം ജില്ല ഉണ്ടായത് ഇടതുപക്ഷം ഇവിടെ ഭരിച്ചപ്പോഴാണ്. ആ ഗവൺമെൻറ്റാണ് മുൻകൈയെടുത്ത് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ സമരം ചെയ്തവരിൽ ജനസംഘത്തിനും RSSനും ഒപ്പം സമരം ചെയ്ത കോൺഗ്രസിന്റെ അന്നത്തെ ഒരു പ്രമുഖ നേതാവ് K. കേളപ്പനായിരുന്നു. ചരിത്രം മറന്നു പോവരുത്. മാപ്പിളസ്ഥാൻ എന്ന് പരിഹസിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചത് അന്ന് സമര മുന്നണിയിൽ നിന്ന് മറ്റൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നായിരുന്നു. ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ്. അപ്പൊ K. കേളപ്പനോടൊപ്പം മാപ്പിളസ്ഥാൻ മുദ്രാവാക്യം വിളിച്ച് മലപ്പുറം ജില്ല വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആര്യാടൻ മുഹമ്മദിന്റെ പാരമ്പര്യമാണ് മലപ്പുറത്തെ നിലമ്പൂരിലെ കോൺഗ്രസിനുള്ളത്. അതിന്റെ പിന്തുടർച്ചയായിട്ട് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തും രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ചരിത്രം പുനർവായിക്കണം, ഒരു തർക്കവുമില്ല. പുനർവായിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില ഏടുകൾ വിട്ടുപോകരുത്. തങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. ഇപ്പൊ എന്താ നിലമ്പൂരിലെ പ്രശ്നം? ഇടതുപക്ഷം മലപ്പുറത്തിന് ഒന്നും ചെയ്തില്ല, നിലമ്പൂരിനൊന്നും ചെയ്തില്ല. ഒക്കെ ചെയ്തത് UDF സർക്കാരും അന്ന് ഭരിച്ചപ്പോഴാണ്. ഈ നറേറ്റീവ് ഉണ്ടല്ലോ, ഈ തെറ്റായ വ്യാജ നറേറ്റീവ് വ്യാജമാണല്ലോ മൊത്തത്തിൽ. ഇലക്ഷൻ പ്രചാരണം മൊത്തത്തിൽ വ്യാജമാണ്. ആരുടെ? UDFന്റെ, പിന്നെ PV അൻവറിന്റെ. പക്ഷെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ. പുതിയത് KC വേണുഗോപാൽ അവതരിച്ചിട്ട് പറഞ്ഞു, ക്ഷേമ പെൻഷൻ ഇപ്പൊ കൊടുത്തത് വോട്ടർമാരെ സ്വാധീനിക്കാനാണ്, അത് കൈക്കൂലിയാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ 65 ലക്ഷം പേരെ അവഹേളിക്കുന്ന പ്രസ്താവനയാണ് KC വേണുഗോപാൽ ചെയ്തത്. സംശയമുണ്ടോ? 65 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ കേരളത്തിൽ വാങ്ങുന്നത്, വിവിധ പെൻഷനുകൾ. അവരെ ആക്ഷേപിക്കുക, അവഹേളിക്കുക, ഇതിൽ പരം വേറെന്തുണ്ട്? കൈക്കൂലിയാണ് അത്രേ. ഇതേ UDFും കോൺഗ്രസും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഭരിക്കുന്ന പിണറായി സർക്കാരും വേതനം, ഈ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല, കുടിശ്ശികയാണെന്ന് പറഞ്ഞ് സമരം ചെയ്തത്, മുദ്രാവാക്യം വിളിച്ചത് ഓർമ്മയുണ്ടോ? കണ്ട വേദികളിലെല്ലാം പ്രസംഗിച്ചത് ഓർമ്മയുണ്ട്. അതേ UDFും കോൺഗ്രസും ഇപ്പൊ പറയുന്നു ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ്. ജനങ്ങളെ ദേവിയത് പരിഹസിക്കരുത്, അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത്. അത് നിലമ്പൂരിലെ വോട്ടർമാരായാലും മറ്റുള്ള കേരളത്തിലെ വിഭാഗമായാലും. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടത്, മാപ്രകൾക്ക് ഇപ്പം എന്താണ് പ്രശ്നം? മുഖ്യധാര മാധ്യമങ്ങൾക്ക് M. സ്വരാജ് ജയിക്കരുത്. ഇനി M. സ്വരാജ് ജയിച്ചു പോയാലോ എന്നുള്ള ആശങ്ക മാധ്യമ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് UDF ക്യാമ്പിലുമൊക്കെ പടർന്ന് പന്തലിക്കുന്നുണ്ട്. അപ്പം അതിനെതിരെ രംഗത്ത് വന്നല്ലേ പറ്റുള്ളൂ. ഒരു കാരണവശാലും M. സ്വരാജ് ജയിക്കാൻ പാടില്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ഇനി ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചില്ലെങ്കിലും M. സ്വരാജ് ജയിക്കരുത്. ആ നറേറ്റീവ് എങ്ങനെയുണ്ട്? ആ വൈരുദ്ധ്യം അതിൻ്റെ. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചില്ലെങ്കിലും M. സ്വരാജ് ജയിക്കരുത്. പിന്നെ ആര് ജയിക്കണം? അതിനുത്തരമില്ല. കഴിഞ്ഞ ദിവസം ഈ എന്തെങ്കിലുമൊക്കെ ഉളുപ്പ് മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇപ്പം മനസ്സിലാക്കണം, ഉളുപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV മരമുറി ചാനലിന്റെ വാർത്താ സംഘത്തെ കോൺഗ്രസ്സുകാർ മർദ്ദിച്ചു.
വാർത്താ സമ്മേളനം കഴിഞ്ഞിറങ്ങവേ ഉണ്ടായൊരു സംഘർഷം. അത് കരുതിക്കൂട്ടി കോൺഗ്രസ്സിലെ ചില കോൺഗ്രസ്സുകാർ കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണെന്ന് അതിൻ്റെ വിഷ്വൽസും പിന്നെ വന്ന അതിൻ്റെ മറ്റ് വിവരങ്ങളും നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ എത്ര പെട്ടെന്നാണ് വാർത്താ മാധ്യമങ്ങൾ കില്ല് ചെയ്തത്. പെട്ടെന്ന് കൊടുത്തു. ഒരു സംഭവം ഉണ്ടായല്ലോ, റിപ്പോർട്ടർ ടിവിയും കൊടുത്തു. അവരുടെ ന്യൂസ് സംഘത്തിനെയാണ് ആക്രമിച്ചത് കോൺഗ്രസ്സുകാർ, അല്ലെ കോൺഗ്രസ് ഗുണ്ടകൾ. ആദ്യം വാർത്ത കൊടുത്തു, ലൈവ് കൊടുത്തു, പിന്നെ കാണാനില്ല. റിപ്പോർട്ടർ ടിവി അത് മുക്കി. അപ്പൊ ഈ മുക്കിയ മാപ്പറകളോട് ചോദിക്കട്ടെ, മറ്റ് ചാനലുകളും മുക്കി. എന്ത് കോൺഗ്രസ്സുകാര് ഒരു മാധ്യമ സംഘത്തെ, ടി വി സംഘത്തെ, ന്യൂസ് മീഡിയ സംഘത്തെ ആക്രമിച്ചത് വീണ്ടും വീണ്ടും സംപ്രേഷണം ചെയ്യാൻ മാധ്യമങ്ങൾക്ക്, ടി വി ചാനലുകൾക്ക്, ന്യൂസ് ചാനലുകൾക്ക് എന്താണ് ഇത്ര മടി, വിമ്മിട്ടം? ഒന്നേ ഉള്ളൂ, അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന അത് UDF-നെതിരായി പോവും, LDF-നെ സഹായിക്കും, M സ്വരാജിനെ സഹായിക്കും. അതുകൊണ്ട് വേണ്ട, ഇനി കൊടുക്കണ്ട. അടികിട്ടിയ വാർത്താ ചാനൽ പോലും സ്റ്റോറി മുക്കി. ഇത്തിരി നേരം കാണിച്ചിട്ട് പിന്നെ ആ സ്റ്റോറി കൊടുത്തില്ല റിപ്പോർട്ടർ ടിവി. നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ സ്വന്തം വാർത്താ സംഘത്തെ നിലമ്പൂർ വെച്ചിട്ട് തല്ലി ഓടിച്ചപ്പോ നിങ്ങൾക്കത് വാർത്തയല്ല, കൊടുത്തുപോയത് അബദ്ധമായി പോയി എന്ന് വിചാരിക്കുന്ന മനമുറിച്ചാനൊരു റിപ്പോർട്ടർ ടിവി. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പറയണ്ടേ? ഏഷ്യാനെറ്റ് മുതൽ മനോരമ, മാതൃഭൂമി, ന്യൂസ് ചാനലുകളുടെ എല്ലാ കാര്യം നമുക്കറിയാം. അവരെല്ലാം ഈ വാർത്ത മുക്കി. ഇനി മറിച്ചൊരു ചോദ്യം ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് ചോദിക്കട്ടെ. ഇതേ സ്ഥാനത്ത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ? ഈ വന്ന മാധ്യമ പ്രവർത്തകരെ ഇടതുപക്ഷ തെരഞ്ഞെടുപ്പ് യോഗത്തിലോ വാർത്താ സമ്മേളനത്തിലോ LDF-ന്റെ ആൾക്കാരല്ല CPI-ന്റെ ആൾക്കാരാണ് ആക്രമിച്ചിരുന്നെങ്കിൽ ഈ റീലുകൾ എത്ര നാൾ ഓടിക്കുമായിരുന്നു? മണിക്കൂർ വെച്ച്, അരമണിക്കൂർ വെച്ച്, മുട്ടിന് മുട്ട്. അപ്പൊ ഇടതുപക്ഷത്തെ LDF-ഓ CPM-ഓ ഈ സംഭവം ചെയ്തിരുന്നെങ്കിൽ, ഒരു വാർത്താ സംഘത്തിൽ, ഒരു ചാനലിന്റെ, റിപ്പോർട്ടർ ടിവി ആവട്ടെ, അത് ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അത് എങ്ങനെ ആഘോഷിക്കുമായിരുന്നു? ഇതെന്താ ഇപ്പൊ ആഘോഷിക്കാത്തത്? ആത്മാഭിമാനം വേണം, നാണം വേണം, ഉളുപ്പ് വേണം. LDF-നെ തോൽപ്പിക്കാൻ, അല്ലെ M സ്വരാജിനെ തോൽപ്പിക്കാൻ ഏതറ്റം വരെയും ഉളുപ്പില്ലാതെ, നാണമില്ലാതെ പോകുന്നവരാണ് ഇവിടുത്തെ മാപ്രകൾ എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ജനം പരിഹസിക്കുന്നത്, മാപ്രകൾ എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അടി കൊണ്ടവനും പരാതിയില്ല, അടി കൊണ്ടത് റിപ്പോർട്ട് ചെയ്ത മറ്റവന്മാർക്കും പരാതിയില്ല, ആർക്കും ഒരു പരാതിയില്ല. എല്ലാം കോംപ്ലിമെന്റ്സ്. UDF-ന് വേണ്ടി, ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി. നന്നായി. ഇനിയും ഇത് തുടക്കാണ്. ഇനി പലതും ഇങ്ങനെ പല ദിവസങ്ങൾ കാണേണ്ടി വരും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ച് എന്താ പറയുക? ഒരു കാര്യം കൂടി പറയാം. മാതൃഭൂമി ഗോപികൃഷ്ണന്റെ കാർട്ടൂൺ, പുതിയ കാർട്ടൂൺ, അതിനകത്ത് ഹാസ്യമല്ലോ ഉണ്ടോ, ആക്ഷേപഹാസ്യമുണ്ടോ എന്ന് നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് വോയിസിന്റെ പ്രേക്ഷകർ ദയവ് ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഞങ്ങൾ ഇന്നത്തെ കാകദൃഷ്ടി ഗോപികൃഷ്ണന്റെ 1-ാം പേജ് മാതൃഭൂമി കാർട്ടൂൺ ഞങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നു. അതിലെ വാചകം ഇങ്ങനെയാണ്. പിന്നെ 36 ലക്ഷത്തിന്റെ കാർ ഭാര്യ വായ്പയെടുത്തു വാങ്ങിയത്. സോഷ്യൽ മീഡിയയുടെ അനുവാദം വേണമെന്ന് അറിയില്ലായിരുന്നു സ്വരാജ്. സ്വരാജ് ഹാസ്യരൂപേണ, പരിഹാസ രൂപേണ പറഞ്ഞൊരു പ്രസ്താവനയാണ്. താഴെ കാകദൃഷ്ടി ഗോപികൃഷ്ണന്റെ കമന്റ് താഴെ, ഭാര്യയുടെ പെൻഷൻ പണം കൊണ്ട് കമ്പനി തുടങ്ങാനും സോഷ്യൽ മീഡിയ സമ്മതം തന്നില്ല. അതാരെ പറ്റിയ? പിണറായി വിജയൻ ന്യൂസ് പേപ്പർ പറഞ്ഞ കാര്യം. അദ്ദേഹത്തിന്റെ മകൾ എക്സാലോജിക്ക് ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് എടുത്ത മൂലധനത്തിൽ പ്രധാനപ്പെട്ടത് ഭാര്യ അധ്യാപികയായ ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ, കമ്മ്യൂട്ട് ചെയ്ത് കിട്ടിയ ഒരു വലിയ തുകയുണ്ടോ, ആ തുകയും മുടക്കിയിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞതിനെയാണ് ഇവിടെ പരിഹസിക്കുന്നത്. ഇതിൽ എവിടെയാണ് ഗോപികൃഷ്ണൻ കാർട്ടൂൺ ഉള്ളത്, പരിഹാസമുള്ളത്, ആക്ഷേപഹാസ്യമുള്ളത്? നിങ്ങളിലെ കാർട്ടൂണിസ്റ്റ് എന്നെ മരിച്ചുപോയല്ലോ, കഷ്ടം തോന്നുന്നു. നിങ്ങൾ കേരളകൗമുദിയിലിരുന്ന കാലത്ത് നിങ്ങൾ വരച്ച കാർട്ടൂണുകൾ ഇന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ എന്ന് മാതൃഭൂമി പോയോ അതിനുശേഷം നിങ്ങളിലെ കാർട്ടൂണിസ്റ്റ് മരിച്ചു എന്ന് പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. ആ മരിച്ച കാർട്ടൂണിസ്റ്റിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒരു പോക്കറ്റ് കാർട്ടൂൺ ഇപ്പൊ വന്നിരിക്കുന്ന കാകദൃഷ്ടി. നിങ്ങളിലെ കാർട്ടൂണിസ്റ്റ് മരിച്ചു. നിങ്ങൾ
മാതൃഭൂമി സംഘിഭൂമി ആയപ്പോൾ, കാവ്യഭൂമി ആയപ്പോൾ നിങ്ങളും അതിനൊപ്പിച്ച് മാറിയിരിക്കുന്നു. നിങ്ങളിലെ പ്രതിഭ നഷ്ടപ്പെട്ടു പോയി, അത് മരിച്ചു. നിങ്ങളിപ്പോൾ ഒരു ജീവിക്കുന്ന ഒരു ജഡം മാത്രമാണ്. നിങ്ങളിലെ കാർട്ടൂണിസ്റ്റ് എന്നേ പോയി എന്നുള്ളത് ഗോപികൃഷ്ണൻ തിരിച്ചറിയുന്നുണ്ട്. ഇനി സത്യം എന്താണ്? 65 ലക്ഷം 36 ലക്ഷത്തിന്റെ കാർ വായ്പ എടുത്ത് വാങ്ങിയത് വലിയ കാര്യമാണോ കേരളത്തിൽ? പോട്ടെ, ഒരു വാഹനം വാങ്ങണമെങ്കിൽ എല്ലാവരും ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഒരു കാർ വാങ്ങണമെങ്കിൽ എത്ര ലക്ഷം മുടക്കണം, അതിന് എത്ര വായ്പ എടുക്കണം? എല്ലാവരും റെഡി ക്യാഷ് കൊടുത്തിട്ടാണോ കാർ വാങ്ങുന്നത്? പിന്നെ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് നാമനിർദ്ദേശം കൊടുത്തപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കുക, PV അൻവർ സ്വത്ത് 65,20,00,000 സ്വത്ത്, 65,20,00,000 PV അൻവർ. ആര്യാടൻ ഷൗക്കത്ത് 13,07,00,000, 0,7,00,000, 13,07,00,000. മോഹൻ വർഗീസ് NDA BJP സ്ഥാനാർത്ഥി 2,79,00,000. പിന്നെ M സ്വരാജ് LDF CPIM 69 ലക്ഷം. അപ്പോ PV അൻവറിന്റെ ഏറ്റവും വലിയ സമ്പന്നനായ സ്ഥാനാർത്ഥി PV അൻവറിന്റെ 100-ൽ 1% സ്വത്ത് പോലും M സ്വരാജിന് ഇല്ല. അവിടെയാണ് നിങ്ങൾ ഇങ്ങനെ കാലിട്ടടിക്കുന്നത്, ബഹളം വയ്ക്കുന്നത്. എന്താണ് കാര്യം? ഇതൊക്കെ എങ്ങനെ എവിടൊക്കെ എത്തിക്കണമെന്ന് നോക്കുകയാണ്. കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ വാർത്തകൾ കൊടുക്കാമെന്ന് നോക്കുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരുന്ന് കാണാം. മാപ്രകളുടെ പുതിയ ലീലാവിലാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ പറ്റും.